2025 ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്ന മുൻനിരയിലുള്ള 6 ബൈക്കുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അതിൽ ആദ്യത്തേത് റോയൽ എൻഫീൽഡിൻ്റെ സ്ക്രാം 440 ആണ്. പഴയ സ്ക്രാം 411ൻ്റെ അപ്ഡേറ്റഡ് വെർഷനാണ് പുതിയ സ്ക്രാം 440. ഇതിൻ്റെ എഞ്ചിൻ സൈഡ് വലിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പഴയ 5 സ്പീഡ് ഗിയർ ബോക്സിൽ നിന്ന് മാറി 6 സ്പീഡ് ഗിയർ ബോക്സ് ആക്കിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ സിലിണ്ടർ ബോർഡ് സൈസ് കൂട്ടിയാണ് 440 ആക്കിയിട്ടുള്ളത്. പുതിയ ഹിമാലയൻ 450യും ഇതിൻ്റെ എഞ്ചിനും തമ്മിൽ ബന്ധമില്ല. ഈ എഞ്ചിൻ്റെ പവർ എന്ന് പറയുന്നത് 24.5 bhp പവറാണ്. പിന്നെ 35 ന്യൂട്ടൺ ടോർക്ക് വരുന്നുണ്ട്. വണ്ടിയുടെ ഡിസൈനിലൊന്നും തന്നെ മാറ്റം വന്നിട്ടില്ല. പഴയ അതേ ഡിസൈൻ തന്നെയാണ് ഇപ്പോഴുള്ളത്. LED ഹെഡ് ലാമ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ പഴയ സ്ക്രാം 411നേക്കാൾ പെർഫോമൻസ് കൂടുതലായിരിക്കും ഈ വണ്ടിക്ക്. ഈ വണ്ടി ലോഞ്ച് ആവുന്നതോടെ പഴയ സ്ക്രാം 411 പ്രൊഡക്ഷൻ സ്റ്റോപ്പ് ചെയ്യുന്നതാണ് പറയുന്നത്. അടുത്തത് ഹീറോയുടെ എക്സ്പൾസ് 210 ആണ്. പഴയ എക്സ്പൾസുമായി കമ്പയർ ചെയ്യുമ്പോൾ ഈ വണ്ടിയുടെ ഡിസൈൻ്റെ കാര്യത്തിലും എഞ്ചിൻ്റെ കാര്യത്തിലും വലിയ മാറ്റങ്ങളാണ് വന്നിട്ടുള്ളത്. പഴയ എഞ്ചിൻ മാറ്റിയിട്ട് ഹീറോയുടെ XMR ഉപയോഗിക്കുന്ന 210cc എഞ്ചിനാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. പിന്നെ മീറ്ററിൻ്റെ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ പുതുതായ ഒരു TFT ഡിസ്പ്ലേ മീറ്ററാണ് ഇതിൽ വരുന്നത്. എഞ്ചിൻ്റെ പവർ എന്ന് പറയുന്നത് 24.6 bhpയും 20.7 ന്യൂട്ടൺ ടോർക്കുമാണുള്ളത്. പഴയ എക്സ്പൾസിൻ്റെ സിംഗിൾ ചാനൽ ABS ആണ്, എന്നാൽ ഇതിന് ഡുവൽ ചാനൽ ABS ആക്കിയിട്ടുണ്ട്. ഇതിൽ സ്വിച്ചബിൾ ഓപ്ഷനും അവൈലബിൾ ആണ്. ഈ വണ്ടി 2025 ഫെബ്രുവരിയിൽ തന്നെ ലോഞ്ച് ചെയ്യാൻ സാധ്യതയുണ്ട്. അടുത്തത് ഹീറോയുടെ കാരിസ്മ XMR 250 ആണ്. ഇത് സ്പോർട്സ് ടൂറർ കാറ്റഗറിയിലാണ് വരുന്നത്. നല്ല സ്റ്റൈലിഷ് ഡിസൈനാണ് വണ്ടിയിൽ കൊടുത്തിട്ടുള്ളത്. ഫ്രണ്ട് USD സസ്പെൻഷനാണ് വരുന്നത്. ഹീറോയുടെ ആദ്യത്തെ 250cc ബൈക്കാണിത്. ഇതൊരു ലിക്വിഡ് കൂൾഡ് എഞ്ചിനാണ്. ഇതിൻ്റെ പവർ എന്ന് പറയുന്നത് 30 bhpയും 25 ന്യൂട്ടൺ ടോർക്കുമാണുള്ളത്. 6 സ്പീഡ് ഗിയർ ബോക്സ് ആണ് ഇതിലുള്ളത്. ഈ ബൈക്ക് വെച്ച് ഹീറോ ടാർഗറ്റ് ചെയ്യുന്നത് ഡ്യൂക്ക് 250 ആണ്. 0 to 60 കയറുന്നതിനായിട്ട് 3.2 സെക്കൻഡ് മതി എന്നാണ് കമ്പനി പറയുന്നത്. ഡ്യൂക്ക് 250യുടെ പിടിക്കുമെന്ന് കണ്ടറിയാം. അടുത്തത് റോയൽ എൻഫീൽഡിൻ്റെ ക്ലാസിക് 650 ആണ്. ക്ലാസിക് 350യുടെ സെയിം ഡിസൈനിൽ GTയിലും ഇൻ്റർസെപ്റ്ററിലും വരുന്ന പാരലൽ 650 ട്വിൻ സിലിണ്ടർ എഞ്ചിനാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. ഈ വണ്ടിയും കുറേ കളർ ഓപ്ഷൻ അവൈലബിൾ ആണ്. അടുത്ത വർഷം ജനുവരിയിൽ തന്നെ ഇത് ലോഞ്ച് ആവാൻ സാധ്യതയുണ്ടെന്നാണ് പറയുന്നത്. അടുത്തത് യമഹയുടെ ഭാഗത്ത് നിന്നിട്ടുള്ള പുതിയ ബൈക്കാണ് XSR 155. 2025 നടക്കാൻ പോകുന്ന ഓട്ടോ എക്സ്പോയിലാണ് അവരിത് ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. ഈ മോഡൽ US-ലും യൂറോപ്യൻ മാർക്കറ്റിലുമെല്ലാം അവൈലബിൾ ആണ്. ഇതൊരു റെട്രോ മോഡൽ ഡിസൈനിലാണ് കൊടുത്തിട്ടുള്ളത്. ഫ്രണ്ടിൽ ഗോൾഡൻ കളർ USD ഫോർക്കാണ് വരുന്നത്. ബാക്കിൽ അഡ്ജസ്റ്റബിൾ മോണോഷോക്കാണ് വരുന്നത്. ഡ്യുവൽ ചാനൽ ABSും സ്ലിപ്പർ ക്ലച്ചും ട്രാക്ഷൻ കൺട്രോളും എന്നീ ഫീച്ചേഴ്സ് എല്ലാം ഈ വണ്ടിക്കുണ്ട്. എഞ്ചിൻ സൈഡ് നോക്കുകയാണെങ്കിൽ MT-15ലുള്ള സെയിം എഞ്ചിനാണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. അടുത്തത് റോയൽ എൻഫീൽഡിൻ്റെ പുതിയ 750cc എഞ്ചിൻ വെച്ചിട്ടുള്ള ഇൻ്റർസെപ്റ്റർ 750 ആണ്. ഇതിൻ്റെ കൂടുതൽ അപ്ഡേറ്റുകൾ ഇപ്പോൾ അവൈലബിൾ അല്ല. വണ്ടി ടെസ്റ്റ് റൈഡ് ചെയ്യുന്ന സമയത്ത് ലീക്കായിട്ടുള്ള ഫോട്ടോസുകൾ അവൈലബിൾ ആണ്. ഈ വണ്ടി ലോഞ്ച് ആകുമ്പോൾ പഴയ 650cc വണ്ടികളെല്ലാം സ്റ്റോപ്പ് ചെയ്യാൻ സാധ്യതയുണ്ട്. അടുത്തത് KTMൻ്റെ ഭാഗത്തു നിന്നാണ്. KTMൻ്റെ അഡ്വഞ്ചർ 390S ലോഞ്ച് ചെയ്യുന്നുണ്ട്. വണ്ടിയുടെ ഡിസൈനിൽ മാറ്റം വന്നിട്ടുണ്ട്. പഴയ 390 വെച്ച് നോക്കുമ്പോൾ ബെറ്റർ ആയിട്ടുള്ള ഡിസൈൻ ആയിട്ട് തോന്നുന്നില്ല. പിന്നെ ഇതിൽ പുതുതായിട്ട് ക്രൂയിസ് കൺട്രോൾ അവർ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിൽ 46 bhp പവറും 39 ന്യൂട്ടൺ ടോർക്കുമാണുള്ളത്. ഈ വണ്ടി 2025 ജനുവരിയിൽ തന്നെ ലോഞ്ച് ചെയ്യുന്നതാണ്.